ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാവ് കുറച്ച് മണിക്കൂറുകളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാവ് ഉണ്ടാക്കി അപ്പോൾ തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാം. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. പച്ചരി നല്ലപോലെ കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂ. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പച്ചരി മുഴുവനായിട്ട് ഞാനൊരു ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളക്കുറുവയുടെ ചോറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി കട്ട് ചെയ്ത കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു 3 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടൊരു 7 ഏലക്ക തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോഴത്തെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളുണ്ടാവും, അത് കുഴപ്പമില്ല. ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് ബാക്കിയുണ്ടായിരുന്ന ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടോട്ടൽ 1 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാവും. കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം, ലൂസായി പോകരുതേ. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോകരുത്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് അളവാണ്, അതുപോലെ എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് വെള്ളം കൂടെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ തേങ്ങാക്കൊത്തിൻ്റെ എള്ളിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോഴത്തെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. നെയ്യപ്പം ചുട്ടെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു തവി എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഓയിലാക്കി കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ നെയ്യപ്പം കണ്ടോ, 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ നെയ്യപ്പം റെഡി ആയിട്ടുള്ളത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ നെയ്യപ്പവും ഉണ്ടാക്കിയെടുക്കാം. ബേക്കിംഗ് സോഡ, അതുപോലെ മൈദ, ഗോതമ്പ് പൊടി, ഇതൊന്നും നമ്മൾ ഈ മാവിൽ ചേർത്തിട്ടേ ഇല്ല. അല്ലാതെ തന്നെ 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാതെ വെറും ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ലേ. ഇപ്പോഴത്തെ രണ്ടാമത്തെ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. ഒട്ടും എണ്ണ കുടിക്കുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഈ നെയ്യപ്പം നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്, പുറമേയൊക്കെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.